ഇന്ന് നമുക്കൊരു തട്ടുകട സ്റ്റൈൽ ഒരു ബീഫ് പെരട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 കിലോളം ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് നല്ല രീതിയിലൊന്ന് ഒരു 4-5 തവണ ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ പിഴിഞ്ഞൊന്ന് കളഞ്ഞിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്തെടുത്തിട്ടുണ്ട്. അതാണ് ആ ഒരു നിറത്തിലിരിക്കുന്നത്. അതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് കൈകൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചിട്ട് ഒരു 3-4 വിസിൽ പോകുന്നവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അതൊന്ന് റെഡിയായി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ചെറുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇവിടെ ഒരു 4 സവാള എടുക്കുന്നുണ്ട്. അതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി അത് നീളത്തിലൊന്ന് മുറിച്ചൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതാ ഒരു കടായി ഞാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വരെയൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മാത്രം മതിയാകും ഉലുവ. പിന്നെ ഒരു 2 ടീസ്പൂൺ പെരിഞ്ജീരകം മുഴുവനുള്ളതാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു സവാളയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു സവാളയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 10-30ഓളം ചെറിയുള്ളിയും അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി 5-6 പച്ചമുളക് പിന്നെ ഒരു 5 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളിയിലേക്ക് ഒരു പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആ ഒരു വെള്ളത്തോട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. ആ ബീഫിന് തന്നെ വന്നിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ആ ഒരു നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫും കൂടെ ചേർത്തിട്ട് അത് ഈ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ടേ. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. വലിയ സ്പൂണിനാണ് കേട്ടോ, 2 വലിയ സ്പൂൺ നിറച്ചും കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർക്കുന്ന ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു 2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് പട്ട ഗ്രാമ്പു ഏലക്ക ഇതും കൂടെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മസാലയാണ് ഗരം മസാല എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ ചെയ്യണേ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല രീതിയിലെല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കുകയാണ് കേട്ടോ. കുറച്ച് മല്ലിയില അരിഞ്ഞതൊക്കെ ചേർത്തെടുക്കാം ഈ ഒരു ടൈമിൽ. അപ്പോൾ അതാ അതിലുള്ള കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് റെഡി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1-2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നമ്മൾ കുറച്ച് ബൺ പൊറോട്ടയും കൂടെ വാങ്ങിച്ചതാണ് കടയിൽ നിന്ന്. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബൺ പൊറോട്ടയും ഈ ഒരു ബീഫ് റോസ്റ്റും നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ ഒരു കമൻറ്റായിട്ടൊക്കെ ഒന്ന് കൊടുക്കണേ. പിന്നെ അതുമല്ല ഈ ഒരു ബീഫ് റോസ്റ്റ് എന്ന് പറയുന്നത് പൊറോട്ടയുടെ കൂടെ മാത്രമല്ല പുട്ട് അപ്പം എന്തിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.